ഒരുപക്ഷെ വൺ പീസിൽ എത്ര വലിയ വില്ലന്മാരുണ്ടായാലും ഡോഫ്ലമിംഗോ എന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഓളം ഒന്ന് വേറെ തന്നെയാണ്. പെർഫെക്റ്റ് പ്ലാനിങ്ങിലൂടെ തന്റെ എൻറ്റയർ കിങ്ഡത്തെയും വളർത്തിയെടുത്ത ഡോഫി ഒരു സെലസ്റ്റിയൽ ഡ്രാഗൻ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. തന്റെ പിതാവിനെയോ താൻ ഏറെ സ്നേഹിച്ചിരുന്ന തന്റെ സഹോദരനെയോ പോലും ഒരു കുറ്റബോധമില്ലാതെയാണ് അയാൾ കൊന്നു തള്ളിയത്. ഡോൺ കിഹോത്തെ പൈററ്റ്സിന്റെ ക്യാപ്റ്റനും എക്സ് വാർലോഡുമായിരുന്ന ഡോഫി എൻറ്റയർ വേൾഡിലും ജോക്കർ എന്ന നിക്നെയിമിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇല്ലീഗൽ ആക്ടിവിറ്റികൾ ഒരുപാട് ചെയ്തു കൂട്ടിയ ഡോഫി പൈററ്റ്സിനിടയിൽ മാത്രമല്ല മറിച്ച് മറൈൻസിനിടയിൽ പോലും ഒരു ചർച്ചാ വിഷയമായിരുന്നു. അതിന്റെ ഫലമായി 314 മില്യൺ ബൗണ്ടിയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗവൺമെന്റ് വിലയിട്ടത്. എന്നാൽ ഒരു വാർലോഡായി മാറിയ ഡോഫി ഡ്രസ്റോസയിലെ ജനങ്ങളെ എങ്ങനെയാണ് വിഡ്ഢികളാക്കി മാറ്റിയത് എന്ന് നമ്മൾ കണ്ടതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഡോഫി തന്റെ കോൺഗ്രസ് ആക്കി അവേക്കൻ ചെയ്തിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഡോഫിയുടെ എൻറ്റയർ ക്യാരക്ടറിലും വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോൺ കിഹോത്തെ ഹോമിംഗ് തന്റെ സെലസ്റ്റിയൽ ജീവിതം ഉപേക്ഷിച്ച് സർഫസ് വേൾഡിൽ എത്തി ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് ഇതിന്റെ എല്ലാം തുടക്കം. സെലസ്റ്റിയൽ ഡ്രാഗൺസ് സർഫസ് വേൾഡിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മയുടെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നതോ ഹോമിങ്സും അയാളുടെ കുടുംബവുമായിരുന്നു. ചെറുപ്രായത്തിലെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച കുഞ്ഞു ഡോഫിക്ക് സർഫസ് വേൾഡിലെ ജനങ്ങളേവരും ഒരു അടിമകളെ പോലായിരുന്നു. എന്നാൽ അതേ ജനങ്ങളാൽ തന്റെ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് അയാൾ വെറുത്തത് തന്റെ പിതാവിനെ അടക്കം ബാക്കിയുള്ള എല്ലാ ജനങ്ങളെയുമായിരുന്നു. അതിനാൽ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ ഒരു മടിയും ഡോഫി കാണിച്ചിട്ടില്ല. തുടർന്ന് ട്രെബോളിലൂടെ സ്ട്രിംഗ് ഫ്രൂട്ട് കരസ്ഥമാക്കിയ ഡോഫി പിന്നീട് പല ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെയും കുപ്രസിദ്ധി നേടിയെടുത്തു. തന്റെ 25-ാം വയസ്സിൽ ലോയെ കണ്ടുമുട്ടുന്നതോടെ താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ അനുജനെ പോലും തനിക്ക് അവൻ മൂലം ഇല്ലാതാക്കേണ്ടി വന്നു. പിന്നീട് ഡ്രസ്റോസയിലെത്തിയ ഡോഫിയും സംഘവും അവിടുത്തെ രാജാവിനെ ചതിച്ച് ആ രാജ്യം തന്നെ പിടിച്ചടക്കി ആ രാജ്യത്തെ ജനങ്ങളെവരെയും ദ്രോഹിക്കാൻ ആരംഭിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു വാർലോഡ് എന്ന നിലയിലും വളരെ പവർഫുൾ ആയ ഈ മനുഷ്യൻ ഏകദേശം 2000-ഓളം പോകുന്ന സോൾജേഴ്സിന്റെയും 11 ഓഫീസേഴ്സിന്റെയും തലവനാണ്. കൂടാതെ അണ്ടർവേൾഡിലെ സകല ആക്ടിവിറ്റികളിലും ഇൻക്ലൂഡിംഗ് സ്ലേവറി, ഡ്രഗ്സ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെപ്പൺസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഡെവിൾ ഫ്രൂട്ട് ട്രാക്കിംഗ് തുടങ്ങിയ ന്യൂ വേൾഡിലെ എല്ലാ റിസോഴ്സുകൾക്കും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ബ്രോക്കർ കൂടിയാണ്. മറൈൻ ഫോർഡിലെ വാറിൽ പങ്കെടുത്തിരുന്ന ഇയാൾ ക്രോക്കഡൈലിനെ അടക്കം പല പൈററ്റ്സുകളെയും എതിർത്തിരുന്നു. കൂടാതെ തന്റെ കൊളീഗായിരുന്ന ഗെക്കോ മോറിയെ പോലും ബിട്രേ ചെയ്തിരുന്നു. ഇമ്മൻസ് ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഈ മനുഷ്യൻ 360 ഡിഗ്രിയിലുള്ള റേസർ ഷാർപ്പ് ഷോക്ക് വേവ് ഉപയോഗിച്ച് ഏതൊരു ഭീമൻ വെപ്പൺസിനെയും ഇൻസ്റ്റന്റ് ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഓസ് ജൂനിയർ, ക്രോക്കഡൈൽ, സാഞ്ചി, ലൂഫി തുടങ്ങിയവരുടെ പവർഫുൾ അറ്റാക്കിൽ നിന്നെല്ലാം നിഷ്പ്രയാസം ഡോഫി ഒഴിഞ്ഞു മാറിയതും ഈ ഒരു സ്ട്രിംഗ് ഫ്രൂട്ടിന്റെ ശക്തി കൊണ്ടാണ്. അതിലൂടെ ട്രമൻഡസ് ആയ സ്പീഡ്, അജിലിറ്റി, റിഫ്ലെക്സ് തുടങ്ങിയവ ഇദ്ദേഹത്തിനുള്ളതിനാൽ ഏതൊരു ഒപ്പോണന്റിന്റെ അറ്റാക്കിൽ നിന്നും ഇദ്ദേഹത്തിന് ഈസിയായി ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റോനോമി എന്ന പാരമേഷ്യ ടൈപ്പിലുള്ള ഡെവിൾ ഫ്രൂട്ട് ആണ് ഡോഫിയുടേത്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിന് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ ഒരു സ്ട്രിങ്സ് ഇൻക്രെഡിബിളി ഡ്യൂറബിളും റേസർ ഷാർപ്പുമാണ്. വളരെയധികം തിന്നായ ഈ സ്ട്രിങ് ഇൻവിസിബിൾ ആയതിനാൽ ഇത് നോട്ടീസ് ചെയ്യുക എന്നത് വളരെയധികം ഇമ്പോസിബിൾ ആണ്. ഏതൊരു വെപ്പൺസ് ആയാലും ഈവൻ ഒരു മീറ്റിയോർ പോലും ഈ സ്ട്രിങ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ സാധിക്കും. ഇവ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്റെ ഹാക്കിയിലൂടെ ഒരു കേജ് ക്രിയേറ്റ് ചെയ്ത് ആളുകളെ അതിൽ കൊടുക്കാനും സാധിക്കുന്നു. കൂടാതെ ഒരു സിംഗിൾ പേഴ്സണെ തന്റെ സ്ട്രിങ്സ് ഉപയോഗിച്ച് ഒരു പപ്പറ്റ് കൺട്രോൾ ചെയ്യുന്നത് പോലെ കൺട്രോൾ ചെയ്യാനും തനിക്ക് സാധിക്കുന്നു, ലൈക്ക് മാനിപ്പുലേഷൻ പോലെ. കൂടാതെ ഇതേ സ്ട്രിങ്സ് ഉപയോഗിച്ച് തന്റെ ഇന്റേണൽ ഓർഗൻസിനുണ്ടായിരിക്കുന്ന കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനും ഈ ഒരു സ്ട്രിങ്സ് സഹായിക്കുന്നു. കൂടാതെ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അവേക്കൻ ചെയ്ത തന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ ശക്തി തനിക്ക് നോൺ ലിവിംഗ് തിങ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അഥവാ അതിനെല്ലാം സ്ട്രിങ്സ് ആക്കി മാറ്റാനും സാധിക്കുന്നു. 3 ടൈപ്പിലുള്ള ഹാക്കിയെ മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ് ഡോഫി. വളരെ ചെറുപ്രായത്തിലെ സുപ്രീം കിങ് ഹാക്കി അവേക്കൻ ചെയ്തിരുന്നു. ഇതിലൂടെ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഈ ഒരു ശക്തി ഡോഫിക്ക് പിന്നീട് മാസ്റ്റർ ചെയ്യാനും സാധിച്ചു. G5, പങ്ക് അസാഡ്, ലൂഫി തുടങ്ങിയവരോടൊപ്പമുള്ള ഫൈറ്റിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ലെവലുള്ള ആർമമെന്റ് ഹാക്കി പൊസസ് ചെയ്യുന്നതിനാൽ സ്മോക്കർ തുടങ്ങിയ ലോഗിയ ടൈപ്പ് യൂസേഴ്സിനെയും നിഷ്പ്രയാസം ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിക്കും. ജെറ്റ് ഗ്യാറ്റ്ലിംഗ് പോലുള്ള ലൂഫിയുടെ പവർഫുൾ അറ്റാക്കിൽ നിന്നെല്ലാം ഡിഫെൻഡ് ചെയ്യാനും പവർഫുള്ളായ കൗണ്ടർ അറ്റാക്കിനും ഇവ സഹായിക്കുന്നു. ഈവൻ ലോയുടെ സ്പേഷ്യൽ സ്ലൈസിംഗ് പവറിൽ നിന്നും ഡോഫിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ഈ ഒരു ആർമമെന്റ് ഹാക്കി ഉപയോഗിച്ച് തന്നെയാണ്. കൂടാതെ അഡ്വാൻസ്ഡ് ലെവൽ ഒബ്സർവേഷൻ ഹാക്കി പൊസസ് ചെയ്യുന്നതിനാൽ ഏതൊരു അറ്റാക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി പെട്ടെന്ന് തനിക്ക് മുൻകരുതലുകൾ എടുക്കാനും സാധിക്കുന്നു. ഇനി ഫ്യൂച്ചർ വാറിൽ ഡോഫി ഉണ്ടാകുമോ അതെയോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമാണ്. കൂടാതെ ഡോഫിയുടെ റിട്ടേൺസിന് ആരെല്ലാം എക്സൈറ്റഡ് ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.